नाम में जय मसीह की। मैं परमेश्वर का धन्यवाद करता हूँ कि परमेश्वर ने मुझे मौका दिया इतना सुंदर कलीसिया में आने के लिए। ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ് ഈ നല്ല ഒരു കൂട്ടായ്മയിൽ ജോയിൻ ചെയ്ത് ആരാധിക്കാൻ അവസരം തന്നതിനെ ഓർത്ത്। मैं प्रिय दास का भी अभिनंदन करता हूँ कि परमेश्वर की महिमा के लिए मुझे ദൈവത്തിന്റെ ദാസനെ എൻ്റെ നന്ദി അറിയിക്കുന്നു। और मेरा नाम पास्टर दीपक है और मैं बिलीवर जो है अभी वर्तमान में दिल्ली में सेवा कर रहा हूँ। എൻ്റെ പേര് പാസ്റ്റർ ദീപക് എന്നാണ്। ഞാൻ ഡൽഹിയുടെ പ്രദേശത്ത് സുവിശേഷ വേലയിലായിരിക്കുന്നു। मेरा जो है पत्नी और 3 बेटे हैं जो प्रभु की सेवा में मेरे साथ देते हैं। എനിക്ക് വൈഫും 3 കുഞ്ഞുങ്ങളും 3 ആൺമക്കളും ഉണ്ട്। और मैं परमेश्वर धन्यवाद देता हूँ अपने मित्र पास्टर जस्टिन का। ദൈവത്തിന് നന്ദി പറയുന്നു। കർത്താവിന് പ്രിയ വിശ്വസനായ കൂട്ടുകാരൻ പാസ്റ്റർ എനിക്ക് കൂട്ടായി കിട്ടിയതിന് നന്ദി അറിയിക്കുന്നു। अब मैं कुछ ज़्यादा आपके बीच में संदेश नहीं रखूंगा, परंतु एक अनुभव को शेयर करूंगा जो परमेश्वर ने अपनी सेवकाई के दौरान मुझे दिए। ഞാൻ ഒരുപാടൊന്നും സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല, എന്നാലും ദൈവത്തിന്റെ പ്രവൃത്തി എൻ്റെ മിനിസ്ട്രിയിൽ കൂടെ ദൈവം ചെയ്ത അത്ഭുതങ്ങളെ കുറിച്ച് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു। मैं अगर 2007 की बात करूं, 2007 2007 വർഷത്തെ കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ब्रदर जस्टिन जो है उस समय बिलीवर्स चर्च ब्रिज ऑफ होप में इंचार्ज थे। ഈ ജസ്റ്റിൻ സുനിൽമോനും ചേർന്ന് ബ്രിഡ്ജ് ഓഫ് ഹോപ്പിന്റെ കൂടെ വർക്ക് ചെയ്യുകയായിരുന്നു। എന്ന് പറഞ്ഞാൽ GFIയുടെ ഒരു സംഘടനയാണ് ബ്രിഡ്ജ് ഓഫ് ഹോപ്പ്। അത് കുട്ടികളെ അവർക്ക് ട്യൂഷൻ കൊടുത്ത് അവർക്ക് വസ്ത്രം, യൂണിഫോം, ബാഗ് അങ്ങനെയൊക്കെ കൊടുത്ത് സഹായിക്കുന്ന GFIയുടെ KP യോഗനാൻ്റെ ഒരു സംഘടന ഉണ്ടായിരുന്നു, BOH എന്ന് പറഞ്ഞ് ബ്രിഡ്ജ് ഓഫ് ഹോപ്പ്। അതിൻ്റെ മാനേജറായിരുന്നു ഞാൻ। അപ്പോൾ അവിടുത്തെ പാസ്റ്ററാണ് ഈ ദീപക് പാസ്റ്റർ। അത് അങ്ങനെ നമ്മൾ പരിചയമുണ്ടെന്നാണ് പറഞ്ഞു വന്നത്। उस समय मैं सेवकाई में पढ़ रहा था और ब्रदर थे मुझे हर चीज में जो है प्रोत्साहित करते थे सेवा के लिए। ഞാൻ അതിൻ്റെ തുടക്ക സമയമായിരുന്നു, എൻ്റെ മിനിസ്ട്രിയുടെ തുടക്കമായിരുന്നു। അപ്പോൾ ജസ്റ്റിൻ പാസ്റ്ററിനെ നല്ലവണ്ണം സഹായിച്ചിട്ടുണ്ട്, അതിനുവേണ്ടി നല്ല പ്രോത്സാഹനമൊക്കെ തന്നിട്ടുണ്ട്। और उस समय मैं बच्चा ही था सेवकाई के लिए। ഞാൻ അപ്പോൾ സുവിശേഷ പ്രവർത്തനത്തിൽ കുഞ്ഞായിരുന്നു। और परमेश्वर धन्यवाद उनके प्रोत्साहन के द्वारा मैं सेवा में स्थिर रहा। ദൈവത്തിന്റെ കൃപയാൽ ഞാൻ ദൈവവേലയിൽ ഇപ്പോഴും സ്ഥിരമായിട്ടിരിക്കുന്നു। मैं परमेश्वर धन्यवाद देता हूँ। एक विषय को मैं आपके सामने रखता हूँ कि आपके प्रति स्वर्ग आनंद मनाता है। ഞാൻ ഒരു ദൈവത്തിന് നന്ദിയോട് പറയുന്നു, അതിനോട് ചേർത്ത് ഞാനൊരു വിഷയം നിങ്ങളോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു। प्रभु की स्तुति हो। ദൈവത്തിന് നന്ദി। मेरे साथ एक जो है मरकुस उसका 1 अध्याय उसकी 38वीं आयत। മർക്കോസ് എഴുതിയ സുവിശേഷം അതിന്റെ 1-ാം അധ്യായം അതിന്റെ 38 വാക്യം വായിക്കും। അവൻ അവരോട് നാം അവിടേക്ക് പോകാം, ഇതിനായിട്ടല്ലോ നാം പുറപ്പെട്ടു വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു। थैंक यू। मैं परमेश्वर धन्यवाद करता हूँ जब ये वो समय का वाक्य है जब प्रभु यीशु मसीह सेवकाई को आरंभ किए थे। ഈ കേട്ട വാക്യം പോലെ തന്നെയാണ് ദൈവം എന്നെ വിശേഷ വേലയ്ക്കായിട്ട് വിളിച്ച് വേർതിരിച്ചത്। और जब हम इस वाक्य को देखते हैं, उसने उनसे कहा आओ हम और कहीं जाकर आप आसपास की बस्तियों में सुसमाचार को सुनाने जाएं। പറയുകയാണ് നാം പോയി സുവിശേഷ പ്രവർത്തനം ചെയ്യുവാനായിട്ട് ഇനിയും ഏരിയ ഉണ്ടെന്നാണ്। प्रभु यीशु मसीह का मकसद और उद्देश्य था कि सुसमाचार को बढ़ावा देना। യേശുവിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് സുവിശേഷം പറയുക എന്നുള്ളതായിരുന്നു। प्रभु यीशु मसीह का मकसद था कि हर एक कोई जो परमेश्वर के वचन से अनजान है वे प्रभु यीशु मसीह के संदेश को सुन सके। യേശുവിന്റെ ഉദ്ദേശം ഇതായിരുന്നു, എല്ലാവരോടും സുവിശേഷം പറഞ്ഞ് അവരെ ദൈവസന്നിധിയിലൂടെ അടുപ്പിക്കുക എന്നുള്ളതാണ്। क्योंकि सुसमाचार वही उपाय है, वही माध्यम है जिससे हम परमेश्वर के पास पहुंच सकते हैं। ഈ സുവിശേഷത്തിൽ കൂടെ അല്ലാതെ ആർക്കും സ്വർഗ്ഗരാജ്യത്തിൽ ദൈവത്തിന്റെ അടുക്കൽ എത്തുവാനായിട്ട് കഴിയുകയില്ല। यदि सुसमाचार हम तक ना पहुंचे तो प्रभु परमेश्वर के पास नहीं आ सकते। ഇപ്പോൾ ഈ സുവിശേഷം നമ്മുടെ അടുത്ത് എത്തിയില്ലായിരുന്നെങ്കിൽ നമുക്കും ദൈവസന്നിധിയിൽ ഇരിക്കുവാനായിട്ട് കഴിയുകയില്ല। आज के जो समय में बहुत सी कलीसिया इस बात को सोचती है कि मुझे चंगाई मिल गई है तो मुझे सुसमाचार मिल गया है। പലരും ചിന്തിക്കുന്നു എനിക്ക് സൗഖ്യം ലഭിച്ചു അതുകൊണ്ട് ഞാൻ രക്ഷിക്കപ്പെട്ടു എന്ന്।
आज से बहुत से लोग सोचते हैं कि मैं परिपक्व या सफल हो गया हूँ तो मुझे सुसमाचार मिल गया है। നാം ചിന്തിക്കുകയാണ് എനിക്ക് ആവശ്യമായ നന്മകൾ ലഭിച്ചു അതുകൊണ്ട് എനിക്ക് സുവിശേഷം ലഭിച്ചു കഴിഞ്ഞു. परंतु प्रभु यीशु मसीह का मकसद यहाँ पर कुछ और है। യേശു ക്രിസ്തുവിന്റെ ഉദ്ദേശം ഇവിടെ വേറെയായിരുന്നു. प्रभु यीशु मसीह का मकसद वो ये है कि हर एक जन प्रभु यीशु मसीह के सुसमाचार को सुने और विश्वास करे। യേശു ക്രിസ്തുവിന്റെ ഉദ്ദേശം ഇതായിരുന്നു. യേശു ക്രിസ്തുവിന്റെ സുവിശേഷം കേട്ട് എല്ലാവരും യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് അവർ യേശുവിന്റെ അടുക്കൽ കടന്നു വരണമെന്നാണ്. प्रभु यीशु मसीह के सुसमाचार के कारण ही हम श्राप से छुटकारा प्राप्त करते हैं। യേശു ക്രിസ്തുവിന്റെ സുവിശേഷം കൊണ്ടാണ് നാം അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗസൗഖ്യങ്ങളും പ്രാപിക്കുന്നത്. सुसमाचार के कारण ही हम परमेश्वर से अपना रिश्ता मजबूत बना पाते हैं। സുവിശേഷം കൊണ്ടാണ് നമുക്ക് യേശു ദൈവവുമായിട്ട് നല്ല ബന്ധം സ്ഥാപിക്കുവാനായിട്ട് കഴിയുന്നത്. इस सुसमाचार के कारण परमेश्वर आपके लिए आनंद मनाता है। ഈ സുവിശേഷമാണ് നമുക്ക് സന്തോഷവും സമാധാനവും തരുന്നത്. यहाँ पर मैं कुछ बातों को रखता हूँ। ഞാനിവിടെ ചില കാര്യങ്ങൾ പറയുവാനായിട്ട് പോകുന്നു. नंबर 1, कंगालों के लिए सुसमाचार। कंगाल या ഇവിടെ പറയുന്നത് ലൂക്കോസ് വായിക്കും ഒന്നുകൂടെ വായിക്കാം. അവരവരോട് അടുത്ത ദേശങ്ങളിലും പോയി അടുത്ത ദേശങ്ങളിലും പോയി സുവിശേഷം അറിയിപ്പാനാണ് ആഗ്രഹിക്കുന്നത്. അതിന്റെ 4:18 കൂടെ വായിക്കാം. 4:18 മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടതോ 4:18 ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കാൻ അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ പിടിപ്പിച്ചയപ്പാനും കർത്താവിന്റെ പ്രസാദ വർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. प्रभु की स्तुति हो। जब हम परमेश्वर के पवित्र वचन को पढ़ते हैं यहाँ पर पाते हैं ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണുവാനായിട്ട് കഴിയും. परमेश्वर का आत्मा मुझ पर है। ദൈവത്തിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. इसलिए उसने അതുകൊണ്ട് कंगालों को അവൻ പാവപ്പെട്ടവരോട് सुसमाचार सुनाने के लिए സുവിശേഷം പറയുവാനായിട്ട്. यदि हम इस वचन को देखें, ഈ വചനത്തിൽ അങ്ങനെ പറയുക, यदि हम खाली हैं, നമ്മൾ ഒന്നുമില്ലാത്തതാണ്, हमारे पास कुछ नहीं है, നമ്മുടെ കയ്യിൽ ഒന്നുമില്ല, हम इस बात के लिए आनंद मनाएं। നമുക്ക് സന്തോഷം തരുവാനാണ് യേശു ക്രിസ്തു. प्रभु यीशु मसीह मेरे लिए है। യേശു ക്രിസ്തു എനിക്ക് വേണ്ടിയുണ്ട്. प्रभु यीशु मसीह मेरी सहायता है। യേശു ക്രിസ്തു എന്നെ സഹായിക്കും. प्रभु यीशु मसीह ने मुझे चुन लिया है। യേശു എന്നെ കണ്ടെത്തിയിരിക്കുന്നു, എന്നെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നു, मुझे भेजा है, എന്നെ അയച്ചിരിക്കുന്നു. यीशु मसीह भेजे गए थे। यीशु मसीह भेजे गए थे യേശു എങ്ങനെയാണ് അയക്കുന്നത്? कि वो परमेश्वर के पास हर एक जन आ सके। എല്ലാവരും ഈ ഭൂമിയിലുള്ള സകലരും യേശുവിന്റെ അടുക്കൽ വരുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. कि आपका मेरा छुटकारा हो सके। നിങ്ങളുടെയും എന്റെയും രക്ഷ അല്ലെങ്കിൽ വിടുതൽ ദൈവം ആഗ്രഹിക്കുന്നു. हम देख सके, നമുക്ക് കാണുവാനായിട്ട് കഴിയും. और ये देखना क्योंकि जब परमेश्वर की महिमा से रहित हुए, ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കെ हम परमेश्वर के प्रेम से वंचित हुए, ദൈവത്തിന്റെ സ്നേഹത്താൽ നമ്മെ വീണ്ടെടുത്തിരിക്കുന്നു, उसकी दया से वंचित हुए, ദൈവത്തിന്റെ ദയയാൽ നമ്മെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നു, उसके अनुग्रह से वंचित हुए। ദൈവത്തിന്റെ അനുഗ്രഹത്താൽ നമ്മെ നിറച്ചിരിക്കുന്നു. परमेश्वर का धन्यवाद हो। ദൈവത്തിന് നന്ദി പറയുന്നു. प्रभु यीशु मसीह യേശു ക്രിസ്തു वह प्रेम का अनुग्रह का परमेश्वर है, ദൈവ സ്നേഹത്തിന്റെ ദൈവമാകുന്നു. जो मुझसे और आपसे प्रेम करता है। നിന്നെയും എന്നെയും ദൈവം സ്നേഹിക്കുന്നു. वो चाहता है ദൈവം ആഗ്രഹിക്കുകയാണ് कि हम उस प्रेम में भर जाएं। ആ ദൈവ സ്നേഹത്തിൽ നാം വളരണമെന്നാണ്. यदि परमेश्वर का प्रेम मेरे अंदर है, യേശുവിന്റെ സ്നേഹം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ तो परमेश्वर आपके मध्य है। ദൈവം യേശു ക്രിസ്തു നമ്മുടെ മധ്യത്തിലുണ്ട്. यदि सुसमाचार में हम बढ़ रहे हैं, അവർ ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ വളരുകയാണെങ്കിൽ, यदि सुसमाचार हमारे द्वारा प्रकट हो रहा है, ദൈവത്തിന്റെ സുവിശേഷം നമ്മളിൽ കൂടെ മറ്റുള്ളവരോട് അറിയിക്കുവാൻ അല്ലെങ്കിൽ കൂടെ ദേശത്ത് വ്യാപരിക്കുന്നുണ്ടെങ്കിൽ, प्रभु यीशु मसीह യേശു ക്രിസ്തു हमेशा എപ്പോഴും इस बात को बढ़ावा देते थे। ഇത് ദൈവം ഇങ്ങനെ പറയുന്നുണ്ട്, रोटी से बढ़कर, ആഹാരത്തിനേക്കാൾ, चंगाई से बढ़कर, വിടുതൽ അല്ലെങ്കിൽ രോഗസൗഖ്യത്തിനേക്കാൾ,
वो सुसमाचार को बढ़ावा देते थे ദൈവത്തിന്റെ വചനത്തിന് ദൈവം പ്രയോറിറ്റി കൊടുത്തു. क्योंकि सुसमाचार ही है ആ സുവിശേഷമാണ് जो मनुष्य को മനുഷ്യനെ परमेश्वर के साथ जोड़ पाएगा। ദൈവത്തോടു കൂടെ ചേർത്ത് വെക്കുവാനായിട്ട് यदि सुसमाचार ഈ സുവിശേഷം मेरे पास है, എന്റെ അടുക്കലുണ്ടെങ്കിൽ परमेश्वर की दया मुझ पर है। ദൈവത്തിന്റെ ദയ നമ്മുടെ ഉള്ളിലുണ്ട്. यदि सुसमाचार नहीं है, ഈ സുവിശേഷം ഇല്ലെങ്കിൽ परमेश्वर मेरे पास नहीं है। സ്നേഹമില്ല എങ്കിൽ സുവിശേഷം നമ്മളിലില്ല. सुसमाचार ही वह है സുവിശേഷം जो कंगालों को, ആ പാവപ്പെട്ടവർക്ക്, ദരിദ്രർക്ക്, दरिद्र जो परमेश्वर के पास लेकर आ सकता है। ദരിദ്രരെ ദൈവത്തോട് അടുപ്പിക്കുന്നതാണ് സുവിശേഷം. सुसमाचार ही है സുവിശേഷം जो हम परमेश्वर के पास पहुंच सकते हैं, ദൈവസന്നിധിയിൽ हम നമുക്ക് देख सकते हैं, നമുക്ക് കാണുവാനായിട്ട് കഴിയും. हमारी स्थिति में बदलाव आ सकता है നമ്മുടെ സ്ഥിതിയിൽ നിന്ന്, നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നമുക്ക് വളരുവാനായിട്ട് കഴിയും. और जो हम काम कर रहे हैं നാം ചെയ്യുന്ന ജോലികളിൽ विश्वास का, വിശ്വാസം, उससे देखकर परमेश्वर आनंद करते हैं। നാം ചെയ്യുന്ന ജോലിയിൽ നമ്മുടെ വിശ്വാസം കണ്ട് ദൈവത്തിന് സന്തോഷമുണ്ടാകും. और परमेश्वर ने इस काम को देखकर ദൈവം നമ്മുടെ പ്രവൃത്തികളെ കണ്ടിട്ട് प्रभु यीशु मसीह के प्रति യേശു ക്രിസ്തുവിൽ കൂടി आनंद मनाया। ദൈവം സന്തോഷിക്കും. आप उस आनंद के भागी हैं। നാമും അതിന്റെ ഒരു ഭാഗവാക്കാണ്. आप जब किसी को सुसमाचार सुनाते हैं, നിങ്ങൾ ആരോടെങ്കിലും സുവിശേഷം പറയുകയാണെങ്കിൽ ये जिम्मेदारी केवल, ये जिम्मेदारी ഈ ഡ്യൂട്ടി അല്ലെങ്കിൽ ഈ ജോലി केवल पासवान की नहीं है, അത് ദേവദാസന്മാർക്കുള്ള ജോലിയല്ല. സുവിശേഷം പറയുക എന്നുള്ളത് हम में से हर एक की है, നാം ഓരോരുത്തരും ചെയ്യേണ്ട ജോലികളാണ്. हम में से हर एक की है, നമ്മൾ എല്ലാവരും അങ്ങനെ ചെയ്യേണ്ട ജോലിയാണ്. क्योंकि ये काम प्रभु यीशु मसीह ने हमें दिया है। യേശു ക്രിസ്തു ഒരു ജോലി നമ്മെ ഏൽപ്പിച്ചിരിക്കുകയാണ്. स्वर्ग और पृथ्वी टल जाने वाले हैं, स्वर्ग और पृथ्वी टल जाने वाले हैं, स्वर्ग और पृथ्वी സ്വർഗത്തിലും ഭൂമിയിലുള്ള സകല അധികാരവും ദൈവം നമുക്ക് നൽകപ്പെട്ടിരിക്കുകയാണ്. चला जाएगा, चला जाएगा, അത് പോവും. सुसमाचार नहीं जाएगा। എന്തൊക്കെ സ്വർഗവും ഭൂമിയും ഇവിടമിട്ട് പോകുമെന്നാലും സുവിശേഷം ഇവിടമിട്ട് പോവുകയില്ല. यही सुसमाचार ഈ സുവിശേഷം हमें നമ്മെ परमेश्वर के पास खड़ा होने का सामर्थ्य, ദൈവത്തിന്റെ മുൻപിൽ നിർത്തുവാനായിട്ട് ശക്തിയുള്ളതാണ് ഈ സുവിശേഷം. यही सुसमाचार ഈ സുവിശേഷം मुझे परमेश्वर के पास നമ്മെ ദൈവസന്നിധിയിൽ खड़ा होने की ताकत देगा। നിങ്ങൾക്ക് ദൈവത്തിന്റെ മുൻപിൽ നിൽക്കുവാൻ ധൈര്യം നൽകും. यदि परमेश्वर ഈ ദൈവം मुझे देख रहा है നമ്മെ നോക്കുമ്പോൾ तो सुसमाचार के कारण देख रहा है। ഈ സുവിശേഷത്തിൽ കൂടി നമ്മെ നോക്കും. यदि परमेश्वर तरस से देख रहा है ഈ ദൈവം നമ്മെ നോക്കുമ്പോൾ तो सुसमाचार के कारण देख रहा ഈ है। സുവിശേഷത്തിൽ കൂടി നമ്മെ ദൈവം നോക്കുന്നു. जब तक എപ്പോൾ अगर हम खाली नहीं होंगे, നാം ചുമ്മാ परमेश्वर अपने अनुग्रह से नहीं भरेगा, നമ്മൾ ഒന്നുമില്ലാതെ ഇരിക്കുമ്പോൾ परमेश्वर अपनी दया से नहीं भरेगा। ദൈവത്തിന്റെ അനുഗ്രഹത്താൽ നമ്മെ मुझे यदि परमेश्वर दया चाहिए, ദൈവത്തിന്റെ ദയയാൽ നമ്മെ നിറയ്ക്കുന്നു. परमेश्वर की दृष्टि मुझ पर होना बहुत जरूरी है। ദൈവത്തിന്റെ കണ്ണ് നമ്മുടെ മേലുണ്ടാവും. ये सुसमाचार के कारण ഈ സുവിശേഷത്തിന്റെ കാരണം आज मैं यहाँ पर हूँ। ഞാൻ ഇന്ന് ഇവിടെ ആയിരിക്കും. मैं कुछ अपनी टेस्टमनी को बताना चाहता हूँ। ഞാൻ ചില സാക്ഷ്യം നിങ്ങളുടെ മധ്യത്തിൽ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. In 1999 1999 मैं सिर्फ एक छोटा बच्चा था उस समय, ഞാനൊരു കുഞ്ഞായിരിക്കുമ്പോൾ 8 क्लास में। 1ാം ക്ലാസ്സിലായിരുന്നു. उस समय मेरी जिंदगी में पाप और बुराई थी। അപ്പോൾ എൻ്റെ ജീവിതത്തിൽ പാപം ഒരു ശാപമായി കിടക്കുകയായിരുന്നു. जीवन में कोई आशा नहीं थी, जीवन में कोई आशा या होप नहीं। എൻ്റെ ജീവിതത്തിൽ ഒരു പ്രത്യാശയും പ്രതീക്ഷയും ഇല്ലായിരുന്നു. मैं पाप में डूब रहा था। ഞാൻ പാപത്തിൽ മുങ്ങിക്കിടക്കുകയായിരുന്നു. एक प्रभु के दास ഒരു ദൈവത്തിന്റെ ദാസൻ इस सुसमाचार को लेकर आए। ഈ സുവിശേഷവും കൊണ്ട് എൻ്റെ അടുക്കൽ വന്നു. मैं एकदम रोलर ഞാൻ ആ വില്ലേജിൽ പാവപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. रूलर അവിടുത്തെ ഒരു വ്യക്തിയായിരുന്നു. और वहाँ पर यीशु मसीह के बारे में मैंने पहले कभी नहीं सुना। ആ ഗാവിൽ അല്ലെങ്കിൽ ആ വില്ലേജിൽ സുവിശേഷം അതുവരെയും ആരും പറഞ്ഞിട്ടില്ല, വന്നിട്ടില്ല. और हमारे डिस्ट्रिक्ट में कोई विश्वास ही नहीं। ആ ഡിസ്ട്രിക്റ്റിൽ ഒരു വിശ്വാസിയും ഇല്ലായിരുന്നു. और वो यीशु मसीह कौन है कोई नहीं जानते थे। യേശു ക്രിസ്തു ആരെന്ന് ആർക്കും അറിയില്ലായിരുന്നു. और प्रभु का दास को सुसमाचार सुनाते हैं। ആ ദൈവത്തിന്റെ ദാസൻ വന്ന്
കാണുമെന്ന് സുവിശേഷം ഞങ്ങളോട് പറയുമായിരുന്നു. एक गीत के द्वारा मैंने यीशु को जाना ഒരു പാട്ടിൽ കൂടെ എന്നെ യേശുവിനെ പരിചയപ്പെടുത്തി. और वो गीत का बोल था मुक्ति दिला यीशु नाम ആ പാട്ട് ഇങ്ങനെയായിരുന്നു: മുക്തി ദിലായ യേശു നാം, ശാന്തി ദിലായ യേശു നാം, മുക്തി ദിലായ യേശു നാം, ശാന്തി ദിലായ യേശു നാം. പ്രൈസ് ദി ലോർഡ്. ഈ മുക്തി ദിലായ എന്ന് പറഞ്ഞാൽ എനിക്ക് പാപത്തിൽ നിന്ന് വിടുതൽ തരുന്ന യേശുവിന്റെ നാമമുണ്ട്. ആ നാമത്തെ കുറിച്ചായിരുന്നു ആ പാട്ട്. ആ ശാന്തി, നമുക്ക് സമാധാനമില്ലാതിരുന്നപ്പോൾ നമുക്ക് ശാന്തി തരുന്ന ഒരു നാമമുണ്ട്. അത് യേശുവിന്റെ നാമമാണെന്ന് ഒരു പാട്ടിൽ കൂടെ ഞങ്ങളെ പാടി കേൾപ്പിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. और इस गीत से मेरा जीवन ही बचाया गया. ഇതിൽ കൂടെ എന്റെ ജീവനെ ദൈവം വിടുവിച്ചു. मेरे पापा, मेरी मम्मी എന്റെ പപ്പയും അമ്മയും. और मैं उस समय पहला व्यक्ति विश्वास में आया. അപ്പോൾ ആദ്യത്തെ വ്യക്തി വിശ്വാസത്തിൽ വന്നത് ഞാനാണ്. जी. ആദ്യത്തെ അവിടുത്തെ വില്ലേജിലുള്ള ആ ഡിസ്ട്രിക്റ്റിലുള്ള ആദ്യത്തെ വിശ്വാസി ഞാനാണ്. और विश्वास में आने के कारण വിശ്വാസത്തിൽ വന്നതുകൊണ്ട് कम्युनिटी ने मेरा तिरस्कार किया. ആ ദേശത്തുള്ളവർ എന്നെ മാറ്റി നിർത്തി. और कोई रिलेशन नहीं रखा, सोसाइटी से अलग कर दिया गया. ബന്ധുക്കൾ എന്നെ മാറ്റി നിർത്തി. അവിടുത്തെ ആ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ആ ദേശത്തിൽ നിന്ന് അവരെ അകറ്റി നിർത്തുവാനായിട്ട് ഇടയായി. हैंडपंप से पानी लेने के लिए मना कर दिया गया. അവിടെയൊക്കെ അടിപ്പമ്പുകളിൽ നിന്നാണ്, പണ്ട് നമ്മുടെ നാട്ടിൽ വെള്ളമില്ലാതിരുന്ന കാലത്ത് അടിപ്പമ്പിൽ നിന്ന് വെള്ളം എടുത്തതുപോലെ അവിടെയും അടിപ്പമ്പിൽ നിന്നാണ് വെള്ളം എടുക്കുന്നത്. അവിടെയും അവിടെ നിന്ന് വെള്ളം എടുക്കാൻ പോലും ഞങ്ങളെ അനുവദിച്ചിരുന്നില്ല. കാരണം യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചത്. राशन दुकान से राशन बंद कर दिया गया. ആ റേഷൻ കടയിൽ നിന്ന് റേഷൻ വാങ്ങാൻ പോലും അവരെ അനുവദിച്ചില്ല. അവിടെ നിന്ന് അവരെ ആട്ടി ഓടിക്കുവാനായിട്ട് ഇടയായി തീർന്നു. और हम लोगों ने नदी का पानी पिया. ഞങ്ങൾ ആറിൽ നിന്ന് അല്ലെങ്കിൽ ആ അടുത്ത തോടും നദിയെ കൊണ്ട് അവിടെ നിന്നുള്ള വെള്ളമാണ് കുറിച്ച് ഞങ്ങൾ ജീവിച്ചു. और हमें धमकाया जाता था कि आप ईसा मसीह को छोड़ दो. ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ യേശുവിനെ ഉപേക്ഷിച്ച് കടന്നു വരണം. और हमारे पिता और हमने निर्णय लिया हम नहीं छोड़ सकते. ഞാനും എൻ്റെ പിതാവും ഒക്കെ നമ്മുടെ ഹൃദയത്തിൽ നിശ്ചയിച്ചു, യേശുവിനെ വിട്ടു പോവുകയില്ല എന്നുള്ള ഒരു ദൃഢനിശ്ചയം നമ്മുടെ ഹൃദയത്തിലുണ്ടായിരുന്നു. हम लोग 12 लोग विश्वास में आए थे. ഞങ്ങൾ 12 പേർ വിശ്വാസത്തിൽ വന്നു. और उसके बाद सिर्फ मैं और मेरे माता पिता विश्वास में बने रहे, बाकी लोग पीछे हट गए. 12 പേർ വന്നതിൽ ഞാനും എൻ്റെ അമ്മയും അച്ഛനും മാത്രമേ വിശ്വാസത്തിൽ നിലനിർന്നുള്ളൂ. ബാക്കിയുള്ളവർക്കെയും വിശ്വാസത്തെ ത്യജിച്ച് പിന്നോട്ട് പോകുവാനായിട്ട് ഇടയായിത്തീർന്നു. और उसके बाद मैं अपने गांव को छोड़ा और मेरे पासवान ने मुझे बाइबल अध्ययन के लिए അതിനുശേഷം ഞാൻ എൻ്റെ ദേശം അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ നിന്ന് സ്ഥലം വിട്ട് ഞാൻ സുവിശേഷ പഠിക്കുവാനായിട്ട് ബൈബിൾ കോളേജിലോട്ട് പോകുവാനായിട്ട് ഇടയായിത്തീർന്നു. जहाँ पर मैंने 2 साल अध्ययन किया. 2 വർഷം ബൈബിൾ കോളേജിൽ പഠിച്ചു. बिलासपुर छत्तीसगढ़. ബിലാസ്പൂർ ഛത്തീസ്ഗഡിലാണ് ബൈബിൾ കോളേജ് വചനം പഠിക്കുവാനായിട്ട് ഞാൻ പോയത്. 2 വർഷം അവിടെ പഠിച്ചു. परमेश्वर धन्यवाद, मैं बड़ी आसानी से वहाँ पर अध्ययन करने पाया. ദൈവത്തിന് നന്ദി. അവിടെ ഞാൻ നിസ്സാരമായി നിന്നുകൊണ്ട് അവിടെ ബൈബിളിലെ വചനങ്ങൾ പഠിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. और फिर मैं सुसमाचार में पढ़ने लगा. ഞാൻ എന്നിട്ട് സുവിശേഷം പഠിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. और उसके बाद मेरी 2006 में मेरी मैरिज हुई. 2006 എൻ്റെ കല്യാണം കഴിഞ്ഞു. 2006 और उसके बाद हम प्रभु विश्वास में आगे बढ़ने लगे. അതിനുശേഷം ഞങ്ങൾ വിനയം ദൈവത്തിൽ ദൃഢപ്പെട്ട് വിശ്വാസത്തിൽ ബലപ്പെട്ട് മുന്നോട്ട് പോകുവാനായിട്ട് ഇടയായിത്തീർന്നു. मेरी 4 बहनें तो एक और भाई. എനിക്ക് ഒരു ബ്രദറും 4 സഹോദരിമാരും എൻ്റെ കുടുംബത്തിലുണ്ട്. मैंने अपने गांव से 4 बहनों को और भाई को निकाला. ഞാൻ താമസിച്ച ദേശത്ത് നിന്ന് എൻ്റെ 4 സഹോദരിമാരെയും സഹോദരനെയൊക്കെ അവിടെ വിളിച്ചു കൊണ്ടുവന്നു. और उन्हें बाइबल कॉलेज या उनको पढ़ाने में मदद की. അവരെയും ബൈബിൾ കോളേജ് അയച്ച് പഠിപ്പിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. अब वो 4 बहनें प्रभु के विश्वास में हैं. ഇപ്പോൾ 4 സഹോദരിമാരും ദൈവത്തിന്റെ വിശ്വാസത്തിലാണ്. യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് അവരുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുകയാണ്. और जो है भाई भी विश्वास में है. എൻ്റെ ബ്രദറും വിശ്വാസത്തിലാണ്. और इसी प्रकार से मेरा परिवार, मेरा घराना बचा. അങ്ങനെയാണ് ദൈവം എൻ്റെ കുടുംബത്തെ വിടുവിച്ചത്. और जब अब मैं कहीं गांव में जाता हूँ सुसमाचार सुनाने के लिए, ഞാനിപ്പോൾ ഏതെങ്കിലും വില്ലേജുകളിൽ സുവിശേഷം പറയാനായിട്ട് പോകുമ്പോൾ, और प्रभु का धन्यवाद, जो आज जो 12 लोग छोड़े थे उनकी स्थिति में बहुत ज़्यादा पाप आ चुका है.
ഞങ്ങളോട് കൂടെ വിശ്വാസത്തിൽ കടന്നു വന്നിട്ട് പിന്മാറിപ്പോയവർ ഇന്ന് വീണ്ടും പാപത്തിൽ കുടുങ്ങി വലിയ പാപങ്ങളിൽ അകപ്പെട്ട് കുടുങ്ങി കിടക്കുകയാണ്. उनकी प्रॉपर्टी बिक गई. അവരുടെ വസ്തുവകളെല്ലാം വിൽക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. जिन्होंने हमारा विरोध किया था, ആരൊക്കെ ഞങ്ങൾക്ക് വിരോധമായി നിന്നുവോ वो आज कंगाली की स्थिति में है. അവരെല്ലാം ഇന്ന് ദാരിദ്ര്യത്തിന്റെ അവസ്ഥയിലോട്ട് കടന്നുപോയി. वो आज अशांति से भरे हुए हैं. അവര് സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ അവർ അവിടെ ജീവിക്കുകയാണ്. जब मैं जाता हूँ तो मुझसे वो प्रार्थना कराते हैं എപ്പോഴൊക്കെ ഞാൻ എൻ്റെ വില്ലേജിൽ അല്ലെങ്കിൽ എൻ്റെ ദേശത്ത് കടന്നു പോകുമ്പോൾ അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. और मैं उनको सुसमाचार सुनाता हूँ. ഞാൻ അവരോട് സുവിശേഷം പറയാറുണ്ട്. दुआ करें, प्रार्थना करें, प्रार्थना करें, उनका भी उद्धार हो. അവർക്ക് രക്ഷ കിട്ടുവാനായിട്ട് വീണ്ടും രക്ഷയുടെ സന്തോഷത്തിൽ അവർ കടന്നു വരുവാനായിട്ട് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. और मैं अपनी जो है वाइफ की तरफ से एक स्टेटमेंट बताता हूँ, पत्नी की तरफ से एक स्टेटमेंट. എൻ്റെ വൈഫിൻ്റെ അതിൽ കൂടെ ഞാൻ കുറച്ച് കാര്യം പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. और हम दोनों हस्बैंड भाई जब सेवा में रहते हैं, ഞങ്ങൾ രണ്ടുപേരും ഞാനും വൈഫും കൂടെ സുവിശേഷം വേലയിൽ ഇറങ്ങി തിരിച്ചപ്പോൾ हमारे घर में अन्य जाति रिलेटिव बहुत आते हैं. എൻ്റെ വീട്ടിൽ അന്യജാതിക്കാരായ അല്ലെങ്കിൽ വിശ്വാസത്തിലില്ലാത്ത അയൽവാസികൾ ഒരുപാട് പേർ കടന്നു വരാറുണ്ട്. ഹിന്ദു ആയിട്ടുള്ളവർ, മുസ്ലിം ആയിട്ടുള്ളവർ. 1 या 2 महीने वो हमारे साथ रुकते हैं. ചിലപ്പോൾ അവരൊക്കെ വന്ന് ഞങ്ങളുടെ വീട്ടിൽ 1-2 മാസം നിൽക്കാറുണ്ട്. हम उनको सुसमाचार नहीं सुनाते हैं. ഞങ്ങൾ സുവിശേഷം പറയാറില്ല അവരോട്. हम केवल अपने पति पत्नी की प्रार्थनाएं करते हैं. ഞങ്ങൾ ഇരുന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. और वो फिर उसके बाद धीरे से वो चर्च में जाते हैं. എന്നാൽ അത് കഴിഞ്ഞ് അവർ തിരിച്ചു പോയി അവരുടെ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ അവർ ചർച്ചിൽ പോകാറുണ്ട്. ऐसे करके प्रभु ने हमें 5 रिलेटिव परिवार बचाने के लिए मदद की. അങ്ങനെ 5 കുടുംബത്തെ കൂടെ രക്ഷിക്കുവാനായിട്ട് ദൈവം ഇടയായി തീർന്നു. और अब हमें जो है रिलेटिव से जवाब आता है कि और जो आना चाहते हैं तो कहते हैं कि सब कहीं भी सड़क में सो जाना पर पास्टर दीपक के यहाँ घर में मत जाना. ഇപ്പോൾ അവിടെ ബന്ധുക്കളും ചാർച്ചക്കാരും കടന്നു വരുവാനായിട്ട് വരുമ്പോൾ അവർ പറയാറുണ്ട്, എപ്പോഴായാലും നമ്മൾ ഡൽഹിയിൽ പോയാൽ പാസ്റ്റർ വീട്ടിൽ പോകണ്ട, കാരണം നമുക്ക് റോഡിൽ കിടന്നുറങ്ങിയാൽ പാസ്റ്റർ വീട്ടിൽ പോകണ്ട, കാരണം അവിടെ പോയാൽ നമുക്ക് ചിലപ്പോൾ രക്ഷിക്കപ്പെടും, അല്ലെങ്കിൽ യേശുവിനെ സന്ദർശിതാവായി സ്വീകരിക്കുമെന്നൊരു ചിന്താഗതി അവരുടെ ബന്ധുക്കൾക്കൊക്കെ വന്നു തുടങ്ങി. अब वो सोचते हैं कि जो भी इनके पास जाते हैं वो क्रिश्चियन या ईसा मसीह को मानने लगते हैं. ആരൊക്കെ ദീപക് പാസ്റ്ററിന്റെ വീട്ടിൽ പോകുന്നു അവരെല്ലാം ക്രിസ്ത്യാനിയായാണ് മടങ്ങി വരുന്നത്, അതുകൊണ്ട് നാം ആരും അവിടെ പോകണ്ടെന്ന് അവർ തീരുമാനം എടുത്തിരിക്കുകയാണ്. अब वो डरते हैं. അവർ പേടിക്കുന്നു. मैं परमेश्वर धन्यवाद करता हूँ, ऐसे 5 सेवक मेरे रिलेटिव से मुझे दिए हैं. ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. എന്തെന്നാൽ എൻ്റെ കുടുംബത്തിൽ നിന്ന് 5-ലധികം സുവിശേഷ പ്രവർത്തകരെ ദൈവം എഴുന്നേൽപ്പിച്ചു. वो मुझसे बेहतर प्रभु की सेवा कर रहे हैं. അത് ദൈവത്തിന്റെ ഒരു പ്രവൃത്തി എന്നിൽ കൂടെ നടത്തിയതാണ്. ये परमेश्वर का अनुग्रह है. അത് ദൈവത്തിന്റെ അനുഗ്രഹമാണ്. ये सुसमाचार की कृपा है. ഇത് ദൈവത്തിന്റെ സുവിശേഷത്തിന്റെ കൃപയാണ്. अगर प्रभु यीशु मसीह का सुसमाचार हमारे पास ना होता, അगर യേശുവിന്റെ സുവിശേഷം നമ്മുടെ അടുക്കൽ കടന്നു വന്നില്ലായിരുന്നുവെങ്കിൽ, यदि परमेश्वर मुझे नहीं भरता, അगर ദൈവം എന്നെ വിളിച്ചു വേർതിരിച്ചില്ലായിരുന്നുവെങ്കിൽ, यदि परमेश्वर मुझे दृष्टि ना देता, അगर ദൈവം നമ്മെ കണ്ടില്ലായിരുന്നുവെങ്കിൽ, परमेश्वर मुझे सुसमाचार से नहीं भरता, യേശുവിന്റെ സുവിശേഷത്താൽ എന്നെ വിടുവിച്ചില്ലായിരുന്നുവെങ്കിൽ, आज मैं आपके बीच में ना होता. ഞാനൊന്ന് നിങ്ങളുടെ മധ്യത്തിൽ വരുവാനായിട്ട് ഒരു കാരണവും. प्रभु यीशु मसीह ने आपको सुसमाचार से भरा है. യേശു സുവിശേഷത്താൽ ദൈവത്തിന്റെ വചനത്താൽ നിങ്ങൾ നിറച്ചിരിക്കുന്നു. हम प्रार्थना करें ഇപ്പോൾ പ്രാർത്ഥിക്കുക अपने मित्रों के लिए. നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടി. हम में से हर एक जन कोई अन्य जाति व्यक्ति को चुने. എപ്പോൾ നാം നമ്മുടെ അടുത്തുള്ള അന്യജാതിക്കാർ അല്ലെങ്കിൽ ദൈവത്തെ അറിയാത്തവരെ അവരെ കണ്ടെത്തുക, उनको सुसमाचार में हमेशा स्मरण रखें. അവരോട് സുവിശേഷം പറയുക. मैं अभी भी मुस्लिम मिनिस्ट्री करता हूँ. ഞാനിപ്പോഴും മുസ്ലിങ്ങളുടെ ഇടയിൽ സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. अगर भारत के अंदर सबसे ज़्यादा अगर मुस्लिम जो इलाका जाना जाता है वो है मेवात, जहाँ तबलीग जमात का जो है आगमन हुआ था. ഏറ്റവും കൂടുതൽ സുവിശേഷീകരണം മുസ്ലിങ്ങളുടെ ഇടയിൽ നടക്കുന്നതോടെ, और वहाँ पर प्रभु की दया से 3 लोग सुसमाचार को विश्वास किए. മുസ്ലിമിലെ ആൾക്കാർ സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെടുവാനിടയായി. और उनके लिए हम मिलते हैं, उनसे दुआ करते हैं. आज वो बैप्टिज्म भी ले चुके हैं. അവരെ പലപ്പോഴും നാം മീറ്റ് ചെയ്യാറുണ്ട്, കടന്നുപോയി അവരോട് സുവിശേഷം പറയാറുണ്ട്. ഇപ്പോൾ അവർ സ്നാനമെടുത്ത് യേശുവിനോട് കൂടെ ചേർന്നിരിക്കുകയാണ്. ये केवल प्रभु यीशु मसीह का सुसमाचार है. അത് യേശു മാറ്റിയെടുത്തത്. जैसा हम जो मरकुस का 1 पढ़ते हैं,
മാർക്കോസ് 1:1 പഠിക്കുമ്പോൾ ये प्रभु यीशु मसीह जो परमेश्वर के पुत्र प्रभु यीशु मसीह का आरंभ, യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ ആരംഭത്തെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയും. उस समाचार के कारण ही ആ സുവിശേഷത്തിന്റെ കാരണം ഇതാണ്. हम परमेश्वर के पास पहुंच पाएंगे. ആ ദൈവത്തിന്റെ അടുക്കൽ, यदि सुसमाचार हमारे पास नहीं है, ദൈവത്തിന്റെ അടുക്കൽ ദൈവം യേശുവിനെ അയച്ചില്ല എന്നെങ്കിൽ സുവിശേഷം നമ്മുടെ അടുക്കൽ എത്തില്ലായിരുന്നു. हम परमेश्वर के क्रोध से भरने वाले हैं. ദൈവം തന്റെ ക്രോധത്താൽ നിറയ്ക്കുവാനായിട്ട് പോവുകയാണ്. हमारी और आपकी जिम्मेदारी है നമ്മുടെ ഉത്തരവാദിത്വമാണ് ताकि हम औरों के लिए, മറ്റുള്ളവർക്ക് വേണ്ടി, कि हम औरों के लिए एक साधन बन सकते हैं, അവർക്ക് വേണ്ടി നാം മധ്യസ്ഥത അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും, कि हम औरों के लिए आंखें बन सकते हैं, അവർക്ക് വേണ്ടി നമുക്ക് നമ്മുടെ കണ്ണുകൾ അടയ്ക്കും, कि औरों के लिए हम उदारता से उड़े ले जा सकते हैं. അവരോട് ദയയാൽ അല്ലെങ്കിൽ उदारता, ഉദാരത അല്ലെങ്കിൽ ദയമായിട്ട് അവരോട് പെരുമാറണം. हमारे अंदर हमें लेकर आनी होगी. നമ്മുടെ അകത്ത് അവരെ കുറിച്ചുള്ള ഭാരം അല്ലെങ്കിൽ ആ ഒരു ഉത്തരവാദിത്വം, അവർ രക്ഷിക്കപ്പെടണമെന്നുള്ള, അല്ലെങ്കിൽ അയൽവാസികൾ, സുഹൃത്തുക്കൾ, ബന്ധുക്കൾ അവരെല്ലാം രക്ഷിക്കപ്പെടണമെന്നുള്ള ഒരു ഭാരം നമ്മുടെ ഉള്ളിൽ കടന്നു വരേണ്ടത് വളരെ ആവശ്യമാണ്. परमेश्वर का धन्यवाद करें ദൈവത്തിന് നന്ദി പറയുന്നു. क्योंकि हमें प्रभु का आत्मा आपके पास है. अगर ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിലുണ്ടെങ്കിൽ, प्रभु यीशु मसीह ने जो है मुझे जो कंगाल थे, परमेश्वर ने मुझे अपने आनंद के समाचार से भर दिया. ആ ദാരിദ്ര്യത്തിൽ നിന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ കടന്നു വരുമ്പോൾ ദാരിദ്ര്യത്തിൽ നിന്ന് സന്തോഷത്തിലേക്കും സമാധാനത്തിലേക്കും ഐശ്വര്യത്തിലേക്കും നമ്മെ കൊണ്ടുവരും. हम बंधनों में थे, प्रभु यीशु मसीह ने समाचार से भर दिया. ദൈവം തന്റെ സുവിശേഷത്താൽ, വചനത്താൽ നമ്മെ നിറച്ചിരിക്കും. आज ऐसे कितने लोग हैं जो अंधे थे, ഇന്ന് നാം നോക്കുമ്പോൾ അനേകർ കണ്ണു കാണാത്തവരായിരിക്കുന്നു. मेरी आंखों को प्रभु परमेश्वर ने खोला, हमारी आंखों को प्रभु यीशु ने खोला, നമ്മുടെ കണ്ണുകളെ ദൈവം തുറന്നു, ताकि मैं सुसमाचार में बढ़ता जाऊं, സുവിശേഷത്തിൽ, വചനത്തിൽ നാം വളരുവാനായിട്ട്. जिसे लोगों ने दबाया है, ഇവിടെ ലോകം ചവിട്ടി താഴ്ത്തി വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ അടിമത്തത്തിലാക്കി വെച്ചിരിക്കുന്നവരെ, जिसे पापों ने दबाया है, പാപത്തിൽ മുങ്ങി കിടക്കുന്നവരെ, जिसे सुसमाचार के द्वारा प्रभु यीशु ने उठाया है. സുവിശേഷത്താൽ, യേശുവിന്റെ വചനത്താൽ അവരെ സ്വർഗത്തിലോട്ട് അടുപ്പിക്കുവാനായിട്ട് ഒരു കാരണമാണ്. प्रभु यीशु मसीह ने अपना काम पूरा कर दिए. യേശു ക്രിസ്തു തന്റെ ദൗത്യം പൂർത്തീകരിച്ചു. अब आपकी और मेरी बारी है. ഇനി നിങ്ങളുടെയും ഞങ്ങളുടെയും അതാണ് സാധ്യതയാണ്. കാരണം നമുക്കുള്ള ഒരു അവസരമാണ് ഇപ്പോൾ ഉള്ളത്. परमेश्वर सबको आशीष करे. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. आप हमारे लिए प्रार्थना करें. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. मेरी पत्नी और 3 बेटे हैं. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് വൈഫും 3 കുഞ്ഞുങ്ങളും 3 ആൺമക്കളുമാണ്. सब प्रार्थना करें. और एक प्रभु ने एक कलीसिया दिया है और 2 जगह मिशन फील्ड है और वहाँ पर घरेलू कलीसिया ദൈവത്തിന്റെ കൃപയാൽ ജിഎഫ്ഐയുടെ ഒരു ചർച്ച ഞാൻ നടത്തുന്നു. അത് കഴിഞ്ഞ് 2 സബ് പ്രവർത്തനങ്ങളും അവിടെ നടത്തി വരുന്നു. हालेलुया. ഹല്ലേലൂയ. सो हम निरंतर हमारी प्रार्थना करें. അതിനെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. बड़ा बेटा +2 कंप्लीट, മൂത്ത മകൻ +2 ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. और दूसरा 10th क्लास भी. രണ്ടാമത്തെ മകൻ 10ാം ക്ലാസ് പൂർത്തീകരിച്ചിരിക്കുന്നു. മൂന്നാമത്തെ മകൻ ഇപ്പോൾ UKG. മൂന്നാമത്തെ മകൻ ഇപ്പോൾ UKG ആണ്. ഇവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുക. മിഷൻ ഫീൽഡിനെ ഓർത്ത് പ്രാർത്ഥിക്കുക. ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കുവാനും ഞങ്ങളുടെ പ്രവൃത്തികളെ ഇനിയും സക്സസ് ആക്കുവാനും വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് ആഗ്രഹിക്കും. और प्रार्थना करें जब मैं मुस्लिमों के बीच में सेवा പ്രാർത്ഥിക്കുക. ഞാൻ മുസ്ലിങ്ങളുടെ ഇടയിൽ പോയി സുവിശേഷം പറയുമ്പോൾ അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി ഉണ്ടാകുവാനായിട്ട്. मैं फरीदाबाद दिल्ली NCR में हूँ. ഞാൻ ഡൽഹിക്ക് അടുത്ത് ഫരീദാബാദ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ സുവിശേഷ വേലയിലായിരിക്കുന്നത്. ഡൽഹി NCR എന്ന് പറയും ആ സ്ഥലം. अभी सुसमाचार सुनाने बहुत सी रुकावटें आ रही അവിടെ हैं. ഭയങ്കര പ്രശ്നങ്ങളാണ് സുവിശേഷം പറയുവാൻ. अभी घरेलू प्रार्थना संगति के लिए रुकावटें आ रही हैं. വളരെ ആൾക്കാർ അവിടെ പ്രാർത്ഥിക്കുവാനായിട്ട് കടന്നു വരാറുണ്ട് ഞങ്ങളുടെ സഭയിൽ. परंतु परमेश्वर हमारी सहायता करता है. ദൈവം നിങ്ങളെ സഹായിക്കുവാനും അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും നടക്കുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. हमें आपकी प्रार्थना की जरूरत है. നിങ്ങളുടെ ആ പ്രാർത്ഥനയുടെ ആവശ്യം വളരെ വളരെ അത്യാവശ്യമാണ്. थैंक यू. ഇപ്പോൾ ഈ സമയം അവസരം തന്ന കർത്താവിന്റെ ദാസനെ ഞങ്ങൾ നന്ദി അറിയിക്കുന്നു. ഇവിടെ ആയിരിക്കുന്ന എല്ലാ വിശ്വാസികൾക്കും നന്ദി അറിയിക്കുന്നു. ഞാൻ പ്രിയ പാസ്റ്റർ ഇപ്പോൾ കടന്നു പോവുകയാണ് 12:15 ട്രെയിനിൽ. അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന എപ്പോഴും കൂടെ ഉണ്ടാകണം. പാസ്റ്റർ ദീപക് ഓർക്ക് ഡൽഹിയിലാണ്. ഞങ്ങൾ ഒരുമിച്ച് അവിടെ ഡൽഹിയുടെ
പ്രദേശങ്ങളിലായിരുന്നു സുവിശേഷ പ്രവർത്തനത്തിൽ. ഞാൻ പറഞ്ഞതുപോലെ ഞാൻ മാനേജറായിട്ടിരിക്കുമ്പോൾ പാസ്റ്റർ അവിടുത്തെ പാസ്റ്ററാണ്. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് അവിടെ ഒരുപാട് പേരുടെ സുവിശേഷം പറയുവാനും ഒരുപാട് പ്രവൃത്തികൾ ചെയ്യുവാൻ ഡൽഹി പരിസര പ്രദേശങ്ങളൊക്കെ ചെയ്യുവാൻ ദൈവം സഹായിച്ചു. അതിനോർത്ത് ഇനിയും ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ നടക്കുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. ദൈവം ഇനിയും എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് എല്ലാവർക്കും ഒരു നിമിഷം കണ്ണടച്ച് നമുക്ക് സർവശക്തരാധിപത്വം